പക്ഷേ ഞാൻ എന്താണെങ്കിലും 10 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ തന്നെ എൻ്റെ അഡ്വക്കേറ്റ് കൃഷ്ണരാജാണ്, അദ്ദേഹം മുഖാന്തരം നാളെ തന്നെ ഞാൻ 10 കോടി രൂപയ്ക്ക് കേസ് ഫയൽ ചെയ്യുകയാണ്. കാരണം ഞാൻ വളരെ നിസ്സാരമായിട്ട് രണ്ടുപേര് തമ്മിൽ ഫോണിൽ 2 മിനിറ്റിൽ ഫോണിൽ തീരുമായിരുന്ന ഒരു പരാതി, ഒരു കാര്യം മോൾ എന്തുകൊണ്ട് ഇങ്ങനെ എൻ്റെ ഫോണിലേക്ക് അയച്ചു എന്ന് ചോദിക്കുമ്പോൾ 2 മിനിറ്റിൽ അത് ലക്ഷ്മിപ്രിയ എനിക്ക് ശരിക്കും തോന്നുന്നത് എന്താണെന്ന് പറയുക, ഈ കോടികൾക്കൊന്നും അപ്പോൾ ഒരു വിലയില്ലേ? അതാണ് എനിക്ക് തോന്നിയത്. 10 കോടി 20 കോടി 30 കോടി എന്നൊക്കെ ചുമ്മാ അങ്ങ് പറയണം. നമ്മുടെയൊക്കെ ലൈഫിൽ ഇപ്പോൾ 1 കോടി രൂപ ഉണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ലൈഫ് ഫുൾ സെറ്റിൽഡ് ആയി എന്നുള്ളൊരു രീതിയിലാണ് നമ്മളൊക്കെ. അപ്പോൾ ഈ 10 കോടിയൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ സുഖമായിട്ട് ജീവിക്കാമല്ലോ. എന്തായാലും ഇപ്പം മറ്റേ സിനിമയും കാര്യങ്ങളും ഒന്നും ഇല്ല, അപ്പോൾ എങ്ങനെയൊക്കെ നേടാമെന്ന് ഓർത്തിട്ടായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ അൻസിബ ആൻഡ് നമ്മുടെ ലക്ഷ്മിപ്രിയ തമ്മിലുള്ള ഇഷ്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കാം. സോ ഗൈസ്, ഞാൻ എൻ്റെ മൈക്ക് ഓണായോ എന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ലക്ഷ്മിപ്രിയയും അൻസിബയും തമ്മിലുള്ളൊരു ഇഷ്യൂ. അപ്പോൾ നമ്മുടെ അൻസിബ കൊണ്ട് കേസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേസിൽ ഒരു കഴമ്പുമില്ല എന്നുള്ള വിധിയും കാര്യങ്ങളൊക്കെ പോലീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴമ്പില്ല എന്നുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചോദിക്കാനുണ്ട്. അതായത് ഇവിടെ ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട് ഇത് ചുമ്മാതൊരു കേസായിരുന്നു, അല്ലെങ്കിൽ ജസ്റ്റ് രണ്ടുപേര് സംസാരിക്കാൻ പറ്റുന്നതാണ്, അതുകൊണ്ടാണ് അവിടെ കൊടുക്കാഞ്ഞത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഒരു പെൺകുട്ടീനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വരുത്തുന്നത് അവർക്ക് അവർക്കൊരു മാനക്കേടല്ലേ? അത് അൻസിബയ്ക്ക് അതൊരു മാനക്കേടല്ലേ? ഈവൻ ഒരു 10 മിനിറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ആണെങ്കിലും ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വരുത്തുക എന്ന് പറയുന്ന ഒരു മാനക്കേടാണ്. ഇവർ ഈ പറയുന്ന ഈ ഒരു വലിയ കേസ് അല്ലെങ്കിൽ ഈ ഒരു സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇവർ തന്നെയാണ് ഇവർക്ക് മാനനഷ്ടം, അല്ലെങ്കിൽ ഈ യൂട്യൂബിലുള്ള എല്ലാവരും തന്നെ ഇത്രയും ഇവരെയൊക്കെ എടുത്തിട്ട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ ഇവർ തന്നെയാണ് ഉണ്ടാക്കി കൊടുത്തത്. ഈ ലക്ഷ്മിപ്രിയ തന്നെയാണ് ഉണ്ടാക്കി കൊടുത്തത്. കാരണം എന്താ പറയുക, ദുബായിൽ എങ്ങാണ്ട് പോയപ്പം അവരെ കണ്ടിരുന്നു, അവരുടെ ഫ്രണ്ട് കണ്ടിരുന്നു എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു നമ്മുടെയൊക്കെ നോർമൽ ടോക്കിൽ ഉണ്ടാകുന്ന ഒരു മെസ്സേജ് കണ്ടിട്ട് ഇവരുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകാനും സംഭവങ്ങൾ ഉണ്ടാകാനും അത് എന്താണെന്ന് എനിക്കറിയാൻ മേല. ഒന്നെങ്കിൽ ഇവരുടെ ഭർത്താവ് അറിയാതെ ഇവർ പോയിട്ടുണ്ടെങ്കിലായിരിക്കും അങ്ങനെ ഒരു സംഭവം നടക്കുകയുള്ളൂ, അല്ലേ? അങ്ങനെ ചോദിക്കുമ്പോഴായിരിക്കും ഭർത്താവ് കണ്ട് അത് സീൻ ഉണ്ടാകുന്നത്. ആൻഡ് ഓൾസോ ആ കേസ് കൊടുത്തപ്പോൾ അൻസിബ പറയുന്നുണ്ട് ഇത് എന്താ പറയുക, കുറേ നാളുകൾക്ക് മുന്നേ നടന്നൊരു സംഭവമായിരുന്നു, അതിനാണ് ഒരു 3-4 മാസം കഴിയുമ്പോഴത്തേക്ക് കൊണ്ട് കേസ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇതൊക്കെ നോർമലി നമ്മുടെ ഫോണിൽ എല്ലാവരും നമ്മളോട് ചാറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ കാരണം ഇപ്പോൾ ഇത്രയും വലിയ നീണ്ട പ്രശ്നങ്ങളായിട്ട് പോകുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ഇത് എന്തൊരു സംഭവം അല്ലെങ്കിൽ എന്തൊരു മെസ്സേജാണ് അയച്ചത് എന്ന് വിചാരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല. പിന്നെ ഇവിടെ ഈ അൻസിബ കേസ് കൊടുത്തിരിക്കുന്ന ഒരു പോലീസുകാരിക്കും കൂടെ എതിർത്താണ്, അല്ലെങ്കിൽ പോലീസുകാരിയെയും കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നുണ്ട് അവരുടെ പോലീസ് സ്റ്റേഷനിൽ ഇതുപോലെ ക്യാമറയില്ല. ഏത് പോലീസ് സ്റ്റേഷനിലാണ് ക്യാമറ ഇല്ലാത്തത്? ക്യാമറ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇല്ല എന്ന് പറയുന്നത് നമുക്കൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല. ഓക്കെ, ഇത് കഴമ്പില്ല എന്നല്ല, അൻസിബയുടെ ഭാഗത്ത് തന്നെയാണ് ശരി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചപ്പം ഇവർക്കത് പറ്റിയില്ല, നേരെ അൻസിബയുടെ വീട്ടിൽ പോകണം, അവിടെ പോയി സംസാരിക്കുക. ഇവർ ഇതുവരെ എന്നെ അൻസിബേനെ നേരിട്ട് കണ്ടിട്ടില്ലേ? നേരിട്ട് കാണുമ്പോൾ നീ എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ തോന്നിയതാണോ, അല്ലെങ്കിൽ അങ്ങനെ അയച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സീനായിരുന്നു കേട്ടോ. അതിങ്ങനെ നോർമലി സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതിനുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്ത് ആ കുട്ടീനെ പോലീസ് സ്റ്റേഷനിൽ വരുത്തി 3 മണിക്കൂർ അവിടെ ഇട്ട് ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ മാപ്പ് എഴുതി കൊടുക്കേണ്ടതോ ആയിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ് നിങ്ങൾ എന്താ പറയുക, സോഷ്യൽ മീഡിയ നിങ്ങൾ തന്നെയാണ് വലിയ സംഭവമായിട്ട് ഞാനെന്തോ വലിയ സംഭവം ചെയ്തതുപോലെ ഇതിന് മുന്നേ ഒരു ഇതുപോലെ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നല്ലോ, ആ സമയത്തല്ലേ നിങ്ങൾ പറഞ്ഞ അൻസിബ പറഞ്ഞ ആ വ്യക്തി ഞാനായിരുന്നു എന്ന് പറഞ്ഞ് വളരെ പ്രൗഡായിട്ട് വന്ന് മീഡിയയുടെ മുന്നിൽ പറഞ്ഞ് ഇത് കഴിഞ്ഞ് ഇത്ര പ്രശ്നങ്ങൾ നിങ്ങളെ ഇത്രയും പിന്തുടർന്ന് വന്നുകൊണ്ടാണ് നിങ്ങൾ ചിലപ്പം ഇപ്പോൾ ഈ 10 ലക്ഷം രൂപയും കൊടുത്ത് ഇനി അടുത്തൊരു പ്രസ് മീറ്റുമായിട്ട് ഇപ്പം വന്നിട്ടുള്ളത്. അല്ലാതെ ഒന്നുമല്ല. നിങ്ങൾ തന്നെ എടുത്ത് ചിന്തിച്ച് നോക്കുക, ആരുടെ ഭാഗത്താണ് അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് തെറ്റ്, അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് ഞാൻ ചെയ്തല്ല, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ന്യായമുണ്ടോ എന്നുള്ളത്. പിന്നെ ഈ പോലീസുകാരെയും കൂടെ ഇടപെട്ടത് കൊണ്ട് ഈ അൻസിബയ്ക്ക് കൊടുത്ത അപ്പം നിങ്ങളിപ്പോൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നു, നിങ്ങൾക്കിപ്പോൾ 10 കോടി രൂപ നിങ്ങൾ മാനനഷ്ടത്തിന് ചോദിക്കുന്നു. അപ്പോൾ ഈ ഒരു അൻസിബ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി വന്നാൽ അവിടെ ഒരു 3 മണിക്കൂർ ഇരിക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഒരു 1 അവർ, അത് പോട്ടെ ഒരു 10 മിനിറ്റ് ആണെങ്കിലും ഇരിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ മാനത്തിന് അതൊരു പ്രശ്നം തന്നെയാണ്, അല്ലേ? നമ്മളൊക്കെ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറുക എന്ന് പറയുമ്പോൾ നമുക്കതൊരു നമ്മുടെ മാനത്തിന് ഇതാണ്.
അല്ലേ? പിന്നെ നിങ്ങളോട് ചോദിക്കാൻ മാനമുള്ളവർക്കല്ലേ മാനം പോകത്തുള്ളൂ. അതാണ് എനിക്ക് ലക്ഷ്മി പ്രിയയോട് ചോദിക്കാനുള്ളൊരു കാര്യം. കാരണം ബിഗ് ബോസിലൂടെ നിങ്ങൾ എന്താണ് ഏതാണെന്നുള്ളത് ജനങ്ങൾക്ക് മൊത്തം മനസ്സിലായതാണ്. നിങ്ങളുടെ ഈ കുലസ്ത്രീ കളിയൊക്കെ എന്താണെന്നും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായതാണ് കേട്ടോ. ായിരുന്നു ഒരു കാര്യം പറയാനോ എനിക്ക് കൃത്യമായിട്ടൊരു ആൻസർ തരാനോ തയ്യാറാകുന്നില്ല. ഒരു മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു. അതിനുശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു പരാതി കൊടുക്കേണ്ടി വന്നത്. പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന അൻസിബ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഇത്തരത്തിലൊരു വലിയ സംഭവമാക്കി എന്റെ പ്രതിച്ഛായയെ ഇകഴ്ത്തുന്ന വിധത്തിൽ എന്നിലെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിൽ എന്തിന് 10 വയസ്സുള്ള എന്റെ മകൾക്ക് ഏകദേശം എന്റെ പൊക്കമുണ്ട്, എന്റെ പൊക്കമുള്ള എന്റെ മകളെയും കൂടി അധിക്ഷേപിച്ചുകൊണ്ട് ആ കുട്ടി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. തൃപ്പൂണിത്തുറ വനിതാ SIയുടെ പിന്നെ മേശപ്പുറത്ത് ഇതേ മീഡിയാസ് നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മേശപ്പുറത്ത് കയറി ഇരുന്ന് കളിച്ചു എന്ന് വരെ പറഞ്ഞുകൊണ്ട് അധിക്ഷേപിച്ചിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡ് എനിക്കെതിരെ വളരെ മോശമായിട്ട് ആ കുട്ടിയോട് പറഞ്ഞു എന്ന് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ അധിക്ഷേപങ്ങളും ഞാൻ എല്ലാ മീഡിയയുടെ ഓക്കെ. ഇപ്പം നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? നിങ്ങൾ ആ പെൺകുട്ടിയുടെ മാനം കെടുത്തുവല്ലേ ചെയ്യുന്നത്? അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പ്രസ് മീറ്റിൽ തന്നെ പല ഇടങ്ങളിലായിട്ട് പറയുന്നുണ്ട് ഈ പെൺകുട്ടി മതത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. ഈ പെൺകുട്ടിയുടെ ഒരു മെയിൽ ഉണ്ട്, അത് നമുക്ക് എന്തായാലും ബന്ധപ്പെട്ട കാര്യങ്ങൾ പലതും പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ആ വിയോജനക്കുറിപ്പ് തന്നെ പുറത്തു വരികയാണ്. എന്താണ് അതിൽ പ്രധാനമായും പറയുന്ന കാര്യങ്ങളൊക്കെ? ജിൽസി, ഫെബ്രുവരി 14 അമ്മയുടെ കുടുംബസംഗമം നടന്നത്. അതിന് ഒരു മാസം മുമ്പ് ജനുവരി 14 അൻസിബ ഈ വിയോജനക്കുറിപ്പ് അയക്കുന്നത്. ഈ വിയോജനക്കുറിപ്പിന്റെ പേരിലാണ് അമ്മയിലെ പല പ്രശ്നങ്ങളും ഉണ്ടായതായി ഉള്ള പരാതി വരുന്നത്. ടിനി ടോം അൻസിബയെ ജിഹാദി എന്ന് വിളിച്ചെന്നുള്ള ആക്ഷേപവും അതുപോലെ തന്നെ ലക്ഷ്മി പ്രിയ ഉയർത്തിയ പരാതികളും എല്ലാം ഈ വിയോജനക്കുറിപ്പിന്റെ പേരിലായിരുന്നു. ഈ വിയോജനക്കുറിപ്പിൽ പറയുന്നത് അമ്മ എന്നുള്ള ഒരു മതേതര സംഘടനയാണ്. ഒരു മതവിഭാഗത്തിന്റെയും സ്പോൺസർഷിപ്പ് വാങ്ങരുത്. അങ്ങനെ ഏതെങ്കിലും മതവിഭാഗത്തിന്റെ വാങ്ങിക്കഴിഞ്ഞാൽ നാളെ മറ്റൊരു മതവിഭാഗം ഇതേ ആവശ്യമായി വരികയും അമ്മക്ക് സ്വീകരിക്കേണ്ടി വരികയും ചെയ്യും. അപ്പോൾ ഒരു മതേതരമായ കാഴ്ചപ്പാടിൽ നിൽക്കുന്ന അമ്മയെപ്പോലുള്ള ഒരു സംഘടനക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ സ്പോൺസർഷിപ്പ് സ്വീകരിക്കുകയാണെങ്കിൽ തന്നെ തന്റെ വിയോജനക്കുറിപ്പ് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. ഒരു കാരണവശാലും ഒരു മതത്തിന്റെയും ഭാഗമായി ഒരു മതത്തിന്റെയോ അതുപോലെ തന്നെ മറ്റു അത്തരത്തിൽ പ്രശ്നങ്ങൾ ഒരു സംഭവത്തിന്റെയും ഭാഗമായി അമ്മ മാറരുത്. അമ്മ പൂർണ്ണമായിട്ട് സ്വതന്ത്രമായി നിൽക്കണം എന്നെല്ലാമാണ് ഈ വിയോജനക്കുറിപ്പിൽ അൻസിബ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വിയോജനക്കുറിപ്പ് പുറത്ത് വന്ന് ഒരു മാസത്തിന് ശേഷമാണ് അമ്മയുടെ കുടുംബം. ശരിയായ കാര്യമാണ് ഈ പെൺകുട്ടി പറഞ്ഞത്, വളരെ ശരിയായ കാര്യം. ഇന്നൊരു മതത്തിൻ്റെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നാളെ മറ്റൊരു മതം വന്നാൽ അതിൻ്റെ പറയണം, അതിൻ്റെ വാങ്ങണം അല്ലേ? ഒരു മതത്തിൻ്റെ അല്ലാതെ ഏത് വേണമെങ്കിലും വാങ്ങാം. അത് ആ കുട്ടി പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇവിടെ ഈ പെൺകുട്ടി മതം പറഞ്ഞു അല്ലെങ്കിൽ ഇത് പറഞ്ഞു എന്ന് പറയുന്നത് എന്താണ്? ഈ ലക്ഷ്മിപ്രിയ തന്നെ പറഞ്ഞു ഒരു വിഭാഗത്തിലുള്ള ആൾക്കാരാണ് നമ്മുടെ അൻസിബിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. ഈ ഒരു കമൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ ആരാണെങ്കിലും അൻസിബേനെ സപ്പോർട്ട് ചെയ്യുന്നവർ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു വീഡിയോയ്ക്കാണെങ്കിൽ 17K 20K കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അൻസിബേനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളവർ മുസ്ലിംസ് മാത്രമല്ല, ഹിന്ദുക്കളും ക്രിസ്ത്യൻസും എല്ലാവരും കണ്ടിട്ടുണ്ട്. കാരണം നമുക്ക് അവരുടെ പേര് വായിക്കുമ്പോൾ അറിയാം. അപ്പോൾ ഇതിനകത്താണെങ്കിലും നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്ത് കാണിക്കുക. ഇവരൊക്കെ പറയുന്ന അൻസിബേനെ ഒരു പ്രത്യേകം ഗ്രൂപ്പുകാരാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അൻസിബ ഈ ഒരു സംഭവം റിജക്റ്റ് ചെയ്തത് അവർ ഹിന്ദുക്കൾ തന്നതുകൊണ്ടാണ്. പക്ഷേ അങ്ങനെയല്ല. ആ ഒരു മെയിൽ അയച്ചതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആരാണ് മതം കൊണ്ടുവരുന്നത്? ഈ പെൺകുട്ടി മതത്തെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഇവർക്കെതിരെയാണ് മാനനഷ്ടത്തിന് കേസ് കൊടുക്കേണ്ടത്. അല്ലാതെ ഇവർ അങ്ങോട്ട് കൊടുക്കേണ്ടത് എന്തിനാണ്? എന്ത് കാര്യത്തിനാണ്? നമ്മൾ നോർമലി അയക്കുന്ന വെറും ഒരു ചാറ്റിൻ്റെ പേരിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോവുക, അവിടെ പോയി വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മാപ്പ് എഴുതി കൊടുക്കുക എന്നൊക്കെ പറയുമ്പം അത് ഒരു മനുഷ്യൻ്റെ പോകുന്നത്, അല്ലാതെ ഈ കാര്യമൊന്നുമല്ല. അപ്പം നിങ്ങളോടൊക്കെ സംസാരിക്കാതിരിക്കുക, നിങ്ങളോടൊക്കെ ഒരു കാര്യങ്ങൾ പോലും ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളൊക്കെ കുറേ ഇങ്ങനെ വായിട്ടലച്ച് അല്ലെങ്കിൽ കുറേ ഇങ്ങനെ ഭയങ്കര വേർഡ്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്നതിൽ ഒരു നിലപാടുമില്ല. അഖിൽമാരാറിൻ്റെ തൊട്ട് പിന്മുറക്കാരി, അല്ലെങ്കിൽ അഖിൽമാരാറിനേക്കാൾ ഒരുപടി മുന്നിലാണ് ഈ ലക്ഷ്മിപ്രിയ എന്ന് എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോ ഉള്ളത് കൊണ്ട് നമുക്ക് പലവരുടെയും ക്യാരക്ടർ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു കേസിൽ ബിഗ് ബോസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു റിയാലിറ്റി ഷോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രയും കാണുന്ന ആൾക്കാർക്കാണെങ്കിലും അൻസിബ എങ്ങനെയാണ്, അല്ലെങ്കിൽ അൻസിബയുടെ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ ക്യാമറ ഇല്ലായിരുന്നു പോലും. പിന്നെ പോലീസ് സ്റ്റേഷനിൽ വെറും ഒരു മണിക്കൂർ മാത്രമാണ് ഇരുത്തിയത്. അതുകൊണ്ട് ഇവരുടെ കേസിൽ കഴമ്പില്ല എന്നൊക്കെയാണ് പറയുന്നത്. നോർമലായിട്ടുള്ള സംസാരങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്, അല്ലാതെ വേറൊരു രീതിയിലും ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ഒന്നും സംസാരിച്ചിട്ടില്ല എങ്കിലും. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് ഇപ്പം നിങ്ങൾ അവിടെ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചിങ്ങനെ കൊടുത്താൽ ഞാൻ അങ്ങനെ ഇല്ലായിരുന്നു എന്നാൽ നിങ്ങളുടെ ഫ്രണ്ട് വേറെ ആരെയോ കണ്ടത്, അങ്ങനെ പറഞ്ഞാൽ ഈ കേസ് തീരൂലേ എന്നാണ് എൻ്റെ ചോദ്യം. അതിന്
ഇത് പേഴ്സണലാണെന്ന് പറഞ്ഞ് അമ്മയിൽ ചർച്ച ചെയ്യാമായിരുന്നല്ലോ. അല്ലെങ്കിൽ അതൊന്നും വേണ്ട, നിങ്ങൾക്ക് അവരുടെ വീട്ടിൽ ചെല്ലാം, നിങ്ങൾക്ക് ഓൾറെഡി വീടറിയാലോ, വീട്ടിൽ ചെന്ന് നേരിട്ട് സംസാരിക്കുക. ഇതുപോലെയുള്ള സില്ലി അല്ലെങ്കിൽ വെറും കഴമ്പ്, നിങ്ങൾ തന്നെ ഓൾറെഡി പറയുന്നുണ്ട് കഴമ്പില്ലാത്തൊരു സംഭവമാണ്, അതിനു വേണ്ടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് സംസാരിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എനിക്കറിയില്ല. നിങ്ങൾക്കല്ലെങ്കിൽ വേറൊരു നമ്പറിൽ നിന്ന് ഇവരെ കോൺടാക്റ്റ് ചെയ്യാമായിരുന്നല്ലോ അൻസിബേനെ, എന്നിട്ട് നിങ്ങൾക്ക് സംസാരിക്കാമായിരുന്നല്ലോ. വേറെ ആരെയും എത്ര മാർഗങ്ങളുണ്ടായിരുന്നു. ഇതാണ് പക്ഷേ ശരിക്കും ഇവിടെ അൻസിബയാണ് ഇൻസൾട്ട് ചെയ്യപ്പെട്ടത്. സോ എന്തായാലും തെറ്റ് ചെയ്തവർക്ക് തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതായത് കുറ്റം ഒന്നും ചെയ്യാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ ഇവിടെ മാനം പോയിരിക്കുന്ന അൻസിബയ്ക്ക് തന്നെയാണ് ഞങ്ങൾ ജനങ്ങൾ എന്തായാലും അൻസിബയുടെ കൂടെ തന്നെയാണ് നിൽക്കാൻ വേണ്ടി താല്പര്യമുള്ളത്. നിങ്ങൾ എത്ര പ്രസ് മീറ്റ് വിളിച്ചാലും, നിങ്ങൾ എത്ര ഇത് പറഞ്ഞെന്ന് പറഞ്ഞാലും. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. നിങ്ങൾ ഈ 10 ലക്ഷം നിങ്ങൾ പറഞ്ഞു മാനം കെടുത്തി, മറ്റത് കെടുത്തി, മറിച്ചത് കെടുത്തി എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം ഈ കഴിഞ്ഞിടയ്ക്ക് വന്നായിരുന്നു നിങ്ങൾ തിരക്കഥ എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു 10 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വന്നല്ലോ. അതിന് എന്തുകൊണ്ട് നിങ്ങൾ റിപ്ലൈ കൊടുക്കുന്നില്ല? അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഓക്കെ, അതിന് നിങ്ങൾ ആദ്യം ഉത്തരം താ, എന്നിട്ട് നിങ്ങൾ ഈ കാര്യത്തിലേക്കൊക്കെ പോകും. 10 കോടികൾക്കൊന്നും വിലയില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. അതുവരെയും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.